എല്ലാ ബിസിനസ്സുകാരും പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ ശരിക്കും ബിസിനസ് ലാഭമാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ കയ്യിൽ പൈസ ഒന്നും കിട്ടുന്നില്ല. ആ പൈസ എവിടെ എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ ഈ ലാഭം എന്ന് പറയുന്നത് മുഴുവൻ പൈസ ഇല്ലല്ലോ. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ബിസിനസ് ലാഭത്തിലാണ്, എല്ലാ മാസം ലാഭത്തിലാണ്, നമ്മൾ ബില്ല് ചെയ്തു. ഇതിൽ പൈസ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മെയിനായിട്ട് വേണ്ടത് കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ് കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ പൈസ കസ്റ്റമർ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടത്. ഇൻവോയ്സ് ചെയ്തു, സെയിൽ നടന്നു, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരണ്ടേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലേക്കും വേറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. EMIs പോകുന്നതും പല കാര്യം പോകുന്നുണ്ടാവും. ഈ രീതിയിലൊക്കെ നമ്മൾ വരുന്ന ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെ പൈസ ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യണമല്ല. നമ്മുടെ ലയബിലിറ്റീസ് പേ ചെയ്യുമ്പോഴൊന്നും നമ്മൾ പ്രോഫിറ്റിലേക്ക് അത് കാണിക്കുന്നുണ്ടാവില്ല. അതൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടാവും. നമ്മൾ അസറ്റ്സ് വാങ്ങിയിട്ടുണ്ടാവും, എന്തായാലും ഇങ്ങനെ രീതിയിലും ചിലവാക്കിയിട്ടുണ്ടാവും. ബിസിനസ്സിലേക്ക് ഏതൊക്കെ രീതിയിൽ ഫണ്ട് വരുന്നു, ഏതൊക്കെ രീതിയിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, എത്ര നമുക്ക് ബാധ്യതകൾ നിൽക്കുന്നുണ്ട്, എത്ര നമുക്ക് കിട്ടാനായിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ടാലിയിൽ എല്ലാ ബിസിനസ് ഓണേഴ്സും ഇതെല്ലാം കൃത്യമായി ചെക്ക് ചെയ്ത് പോകണം. വൺസ് ഇൻ എ വീക്കെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്നല്ല, അല്ലെങ്കിൽ ടാലി ഉപയോഗിക്കാമെന്നുള്ളതല്ല, അത് കൃത്യമായിട്ട് നമ്മുടെ ഓണർ അതിന്റെ റിപ്പോർട്ട്സ് എടുത്ത് അനലൈസ് ചെയ്ത് അതിന് വേണ്ട ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാനും ആ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഫണ്ടായിട്ട് വരുകയുള്ളൂ.